ഇത് ഭൂമി, ജലം, അന്തരീക്ഷം, പർവ്വതങ്ങൾ, ജീവജാലങ്ങള്, സസ്യങ്ങൾ എന്നീ ഇഹലോകത്തിലെ ഓരോ വസ്തുവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് വ്യക്തമായ അളവിന്റെയും അവയ്ക്കിടയിലെ പരസ്പരം ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിന്റെയും നേരിയ അളവിലാണെങ്കിലും ഈ താളത്തിന് എന്തെങ്കിലും പിഴവ് വരികയാണെങ്കിൽ അതിന്റെ അനന്തരഫലം പ്രവചനാതീതമായിരിക്കും. ഒരുപക്ഷെ അത് പ്രകൃതിയുടെയും മനുഷ്യകുലത്തിന്റെയും നാശത്തിന് കാരണമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ മനസ്സിലാക്കി തരുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നിലനിൽപ്പിന് പാറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എന്നാൽ ആ പാറകൾ നിങ്ങൾ നികത്തരുതെന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഇന്ന് ആ പാറകളെ നികത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ ഭൂമിയെ വേദനിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. എന്നിട്ടും ആ ഭൂമി നമുക്കിന്ന് അല്ലാഹു നൽകിയ കരുണയുടെ കാരണത്താലാണ് നമുക്കെൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഭൂമി ഇന്ന് കുഴപ്പങ്ങൾ ഒന്നും ചെയ്യാതെ സംഭവിക്കാതിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ പച്ചപ്പുണ്ടാക്കണം. നിങ്ങൾക്ക് മഴ വേണമെങ്കിൽ നിങ്ങൾ പച്ചപ്പ് ഈ ഭൂലോകത്തുണ്ടാക്കാനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഭൂമി മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം? പച്ചപ്പുകൾ ഉണ്ടാക്കുക. കാരണം പച്ചപ്പുള്ളിടത്താണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൃഷികളോ കൃഷിയിടങ്ങളോ അതുപോലെ തന്നെ പച്ചപ്പുകളോ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയരുത്, അത് നീക്കം ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ, എന്നാൽ ഇന്ന് മനുഷ്യനെല്ലാം നശിപ്പിക്കുകയാണ്. അള്ളാഹു സൃഷ്ടിച്ചതിനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് വിനാശകാരികൾ എന്നാണ്. കേൾക്കണോ? വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തവല്ലാ സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാം, ചില ആളുകളുണ്ടല്ലോ, അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ആണെന്ന് പറഞ്ഞ സന്ദർഭം അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വയുഹ്ലികൽ ഹർസ വന്നസ്ല, വിളകളും കൃഷികളും നശിപ്പിക്കുന്നവരെ, അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാം, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. നശീകരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കൃഷിയിടങ്ങള് അതുപോലെ തന്നെ എന്താണ്, അവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, വിളകളൊക്കെ നശിപ്പിക്കുന്നവൻ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിലെ നശീകരണം അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് ഭൂമിയിലെ പച്ചപ്പുകളെ നമ്മൾ നീക്കം ചെയ്യരുത്, ഇല്ലാതാക്കരുത്. കാരണം അതൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നമുക്ക് മഴ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അത്യാവശ്യമാണ് അതൊക്കെ. അതുകൊണ്ട് അതൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് പ്രകൃതിക്ക് സുന്ദരമാണ്, പ്രകൃതിക്ക് സുന്ദരമാണ് പച്ചപ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഭൂമിക്ക് കുഴപ്പം, പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ഭൂമിയിൽ ധാരാളമായി കൃഷികൾ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക.